നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങളെ ധനികനാക്കാൻ കഴിയുന്ന ബിസിനസ്സുകളെ അടിസ്ഥാനപരമായി അഞ്ചായി തിരിക്കാം. നമ്മൾ കേട്ടിട്ടുള്ള പല ധനികരും അവർ നിർമ്മിച്ച ബിസിനസ് നോക്കിയാൽ ഈ അഞ്ചിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ വരും. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? ഭൂരിഭാഗം ആളുകളും തങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഏത് ബിസിനസ് മോഡലാണ് അനുയോജ്യമെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. പകരം മറ്റൊരാൾ വിജയിക്കുന്നത് കാണും, അത് നല്ല ബിസിനസ് ആണ്, ഞാനും അത് ചെയ്യാം എന്ന് തീരുമാനിക്കും. പിന്നെ വർഷങ്ങളോളം കഷ്ടപ്പെട്ടതിന് ശേഷം മനസ്സിലാവും ഇതെനിക്ക് പറ്റിയതായിരുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഇന്ന് ഈ 5 ബിസിനസ് മോഡലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ സ്കില്ല് വിൽക്കുക. ഒരാൾക്ക് ഒരു ജോലി ചെയ്തു കൊടുക്കണം, അത് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അവർ നിങ്ങൾക്ക് പണം നൽകുന്നു. ഉദാഹരണത്തിന് ഒരു നല്ല ഗ്രാഫിക് ഡിസൈനർ, ഫോട്ടോഗ്രാഫർ, വീഡിയോ എഡിറ്റർ, ആർക്കിടെക്ട്, കൺസൾട്ടന്റ്, മെക്കാനിക്, അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ കഴിവ് ഉപയോഗിച്ചാണ് പണം ഉണ്ടാക്കുന്നത്. ഇവിടെ നിങ്ങൾ വിൽക്കുന്നത് ഒരു പ്രോഡക്റ്റ് അല്ല, നിങ്ങളുടെ സ്കില്ലാണ്. രണ്ടാമത്തേത് ഒരു പ്രോഡക്റ്റ് വിൽക്കുക. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മറ്റൊരിടത്തുനിന്ന് വാങ്ങുന്നു, അതിന് വാല്യൂ കൂട്ടി ആളുകൾക്ക് വിൽക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങി വിൽക്കുന്നു, ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ഒരു മൊബൈൽ ആക്സസറി വിൽക്കുന്നു. അങ്ങനെ ആളുകൾക്ക് ആവശ്യമുള്ള ഒരു സാധനം നിങ്ങൾ നൽകുന്നു. പ്രോഡക്റ്റ് ആണ് ഇവിടെ നിങ്ങളുടെ ബിസിനസ്. മൂന്നാമത്തേത് എനിക്ക് വളരെ പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. നിങ്ങളുടെ നോളജ് വിൽക്കുക. നിങ്ങളുടെ തലയിൽ നിങ്ങൾ വർഷങ്ങളായി നേടിയെടുത്ത അറിവുണ്ട്, അതൊരു കോഴ്സ് ആക്കാം, ഒരു ബുക്ക് ആക്കാം, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആക്കാം, ഒരു കൺസൾട്ടിംഗ് സർവീസ് ആക്കാം, ഒരു കോച്ചിങ് പ്രോഗ്രാം ആക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ആ അറിവിന് അവർ പണം നൽകുന്നു. ഇവിടെ നിങ്ങൾ വിൽക്കുന്നത് നിങ്ങളുടെ കൈവശമുള്ള സാധനമല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ നോളജുമാണ്. നാലാമത്തേത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ സ്വന്തമായി പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടതില്ല, നിങ്ങളൊരു ബയറിനെയും സെല്ലറിനെയും തമ്മിൽ കണക്ട് ചെയ്യുക, അവരുടെ ട്രാൻസാക്ഷൻ നടക്കുന്നു, അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കമ്മീഷൻ ലഭിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിലും ഇതേ കോൺസെപ്റ്റ് കാണാം. നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നില്ല, പ്രോഡക്റ്റ് വാങ്ങുന്ന ആളെയും വിൽക്കുന്ന ആളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു, അതിനുള്ള പ്രതിഫലമാണ് നിങ്ങളുടെ കമ്മീഷൻ. അഞ്ചാമത്തേത് ഇന്നത്തെ കാലത്തെ ഏറ്റവും പവർഫുൾ ബിസിനസ് മോഡൽസിൽ ഒന്നാണ്, ബിൽഡ് ആൻ ഓഡിയൻസ്. ആളുകൾ നിങ്ങളെ കേൾക്കാൻ വരുന്നു, നിങ്ങളുടെ വീഡിയോ കാണുന്നു, നിങ്ങളുടെ കോണ്ടന്റ് ഫോളോ ചെയ്യുന്നു, നിങ്ങളെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. അഡ്വർടൈസിംഗ്, സ്പോൺസർഷിപ്പ്, പ്രോഡക്റ്റ്, കോഴ്സ്, മെമ്പർഷിപ്പ്, കൺസൾട്ടിംഗ്. ഒരിക്കൽ നിങ്ങൾക്ക് ഒരു വലിയ ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും തുറക്കും. പക്ഷേ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഈ 5 ബിസിനസ് മോഡൽസും വിജയിച്ചിട്ടുള്ളതാണ്. ഈ 5-ൽ ഏതെങ്കിലും ഒന്നിലൂടെ ആളുകൾ വലിയ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ 5 വഴികളും ഒരുപോലെ അനുയോജ്യമല്ല. നിങ്ങൾക്ക് ഏതാണ് ചേരുന്നത് എന്നത് നിങ്ങളുടെ കഴിവുകളെയും നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെയും നിങ്ങളുടെ എക്സ്പീരിയൻസിനെയും നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ആശ്രയിച്ചിരിക്കും. ശരിയായ ബിസിനസ് മോഡൽ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ജോലി പോലും നിങ്ങൾക്ക് എളുപ്പമായി തോന്നും. പക്ഷേ തെറ്റായ മോഡൽ തിരഞ്ഞെടുത്താൽ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും എത്ര വർഷം ശ്രമിച്ചാലും ഫലം കിട്ടാതെ പോകാം. എന്റെ ഒരു അഭിപ്രായം കൂടെ പറയട്ടെ. വിജയിച്ച ആളുകൾ ഒരു ബിസിനസ് മോഡൽ റാൻഡംലി തിരഞ്ഞെടുത്തതല്ല, അവർ ആദ്യം സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്ക് എന്താണ് നല്ലത്, എനിക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം, എനിക്ക് എന്താണ് അറിയാവുന്നത്, മറ്റുള്ളവർക്ക് എനിക്ക് എന്ത് വാല്യൂ നൽകാൻ കഴിയും, ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ ബിസിനസ് മോഡൽ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കും. കാരണം ശരിയായ ബിസിനസ് തിരഞ്ഞെടുക്കുന്നത് മാത്രം പോരാ, നിങ്ങൾക്ക് ശരിയായ ബിസിനസ് തിരഞ്ഞെടുക്കണം. അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ തുടക്കം. ഇതിൽ ഏത് ബിസിനസ് മോഡലാണ് നിങ്ങൾക്ക് അനുയോജ്യമായത്? കമന്റ് ചെയ്യാം.